ഇറാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയൊരു സംഭവത്തിൽ ഇസ്രായേൽ സൈനികൻ അറസ്റ്റിലായി. ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസിയായ ഷിൻബെറ്റാണ് ഇയാളെ പിടികൂടിയത്. 21 വയസ്സ് മാത്രമാണ് പിടിയിലായ ഇസ്രായേൽ സൈനികൻ്റെ പ്രായം. നിരന്തരമായി ഇയാൾ ഇസ്രായേൽ ഇൻ്റലിജൻസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടു എന്നാണ് വിവരം. ഇസ്രായേലിലെ ചാനൽ 12 ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. റാഫേൽ റുവേനി എന്ന ഇസ്രായേൽ സൈനികനാണ് ഇങ്ങനെ പിടിയിലായത്. ഫാറ്റ്സറിം എയർബേസിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. അന്വേഷണത്തിൽ ഇയാൾ ഇസ്രായേൽ വ്യോമകേന്ദ്രങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഇറാന് കൈമാറുകയും അതിനുള്ള പ്രതിഫലമായി ഡിജിറ്റൽ പേയ്മെൻറ്റിലൂടെ പണം വാങ്ങുകയും ചെയ്തുവെന്ന് ഇസ്രായേൽ കണ്ടെത്തി. ബീർഷെബ പോലുള്ള വ്യോമകേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ എടുക്കൽ, ചില സ്ഥലങ്ങളിൽ ഇറാൻ ഉപകരണങ്ങൾ സ്ഥാപിക്കൽ, സിം കാർഡുകൾ ശേഖരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിദേശ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം കൈമാറിയതിന് ഗുരുതരമായ വകുപ്പുകൾ ഉപയോഗിച്ചാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഇസ്രായേൽ പോലീസ് തയ്യാറായിട്ടില്ല. ഇയാൾ നിരന്തരം ഇറാനിയൻ ഇൻ്റലിജൻസുമായി ആശയവിനിമയം നടത്തുകയും ഇസ്രായേലിനുള്ളിൽ ചാരവൃത്തി ദൗത്യങ്ങൾ നടത്തുകയും ചെയ്തതിനാണ് നടപടിയെന്ന് ഷിൻബെറ്റ് അറിയിച്ചിട്ടുണ്ട്. അമാൻ, മൊസാദ്, ഷിൻബെറ്റ് എന്നീ 3 ഇൻ്റലിജൻസ് ഏജൻസികളാണ് ഇസ്രായേലിനുള്ളത്. മിലിറ്ററി ഇൻ്റലിജൻസ് ഏജൻസിയാണ് അമാൻ. രാജ്യത്തിൻ്റെ ഉറങ്ങാത്ത ചാരക്കണ്ണുകൾ എന്നാണ് മൊസാദിനെ വിശേഷിപ്പിക്കുന്നത്. ആഭ്യന്തര സുരക്ഷ, പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്നിവ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് ഷിൻബെറ്റ് എന്ന് പറയുന്നത്. അമ്മാനെ മിലിറ്ററി ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റ് എന്നാണ് ഔദ്യോഗികമായി വിളിക്കുന്നത്. ഈ ഏജൻസിക്ക് ഏറെ വർഷത്തെ ചരിത്രമുണ്ട്. ഇസ്രായേൽ രൂപീകരണത്തിന് പിന്നാലെയാണ് അമ്മാൻ രൂപം കൊള്ളുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി രൂപപ്പെടുത്തിയ അമ്മാൻ അതിർത്തിയിലെ സുരക്ഷ, സൈനിക കാര്യങ്ങളിലാണ് കൂടുതൽ ഇടപെടുന്നത്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ, യുദ്ധസമാനമായ സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഉത്തരവാദിത്വവും അമ്മാനാണുള്ളത്. ലോകത്തെ ഏറ്റവും മികച്ച ചാര ഏജൻസികളൊന്നാണ് മൊസാദ്. 2021 യോസി കോഹൻ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ നിയോഗിച്ച ഡേവിഡ് ബെർണിയാണ് മൊസാദിൻ്റെ ഇപ്പോഴത്തെ മേധാവി. ലോകത്ത് CIA കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ള ചാര ഏജൻസിയാണ് മൊസാദ്. ഇന്ത്യയുടെ റിസർച്ച് അനാലിസിസ് വിങ്ങിന് സമാനമായ പ്രവർത്തനങ്ങളാണ് മൊസാദും അവരുടെ രാജ്യത്തിന് വേണ്ടി നടത്തിവരുന്നത്. 1949 ഡിസംബറിലാണ് മൊസാദ് ഉണ്ടാകുന്നത്. വർഷങ്ങൾ നീണ്ട തെരച്ചിലിന് ശേഷം അർജന്റീനയിൽ വെച്ച് മുൻ നാസി അഡോൾഫ് ഐക്മാനെ പിടികൂടിയതും 72 മ്യൂണിക് ഒളിമ്പിക്സിൽ വെച്ച് ഇസ്രായേൽ അത്ലറ്റുകളെ വധിച്ചവരെ പിടികൂടി കൊലപ്പെടുത്തിയതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും മൊസാദ് ലോകമെമ്പാടും അറിയപ്പെടുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് ഷിൻബെറ്റ്. ഇസ്രായേൽ പ്രധാനമന്ത്രി, മറ്റ് മന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുടെ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ഷിൻബെറ്റാണ്. 1980 ബസ് ഹൈജാക്ക് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് പലസ്തീൻകാരെ പിടികൂടിയതാണ് ഷിൻബെറ്റിനെ പ്രശസ്തിയിലേക്ക് എത്തിച്ചത്. പലസ്തീൻ തടവുകാരെ പീഡിപ്പിച്ചതും പലസ്തീൻ തീവ്രവാദികളെ വധിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങളും ഷിൻബെറ്റ് നേരിട്ടിരുന്നു. രാജ്യത്തിനകത്ത് നടക്കുന്ന ചാരപ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും ചാരന്മാരെ പിടികൂടുകയും ചെയ്യുന്നതിലാണ് ഷിൻബെറ്റ് പ്രധാനമായും ശ്രദ്ധ കൊടുക്കുന്നത്. ഇതിനിടെ ഇസ്രായേൽ സൈന്യം ഇന്നലെ തെക്കൻ ലെബനോണിലും വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. തെക്കൻ ലെബനോണിൽ ശക്തി വീണ്ടെടുക്കാൻ ഹിസ്ബുള്ള ശ്രമിക്കുകയാണെന്നും ഇസ്രായേൽ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ വെടിനിർത്തൽ എന്നത് വെറും പേപ്പറിൽ മാത്രമാണുള്ളത്. തൻ്റെ തീവ്രമായ ശ്രമം കൊണ്ട് വെടിനിർത്തൽ നടപ്പായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വീരവാദം മുഴക്കുമ്പോഴും ഇസ്രായേൽ ഗാസയിലും ലെബനോണിലും നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.